ലൈംഗികാരോപണ വിവാദങ്ങൾക്കിടെ പാലക്കാട് കണ്ണാടിയിൽ കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ. കാഴ്ചപ്പറമ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെ യോഗത്തിലാണ് രാഹുൽ പങ്കെടുത്തത്. പുറത്താക്കുന്നതുവരെ കോൺഗ്രസിന്റെ ഔദ്യോഗിക ഓഫീസുകളിൽ കയറുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ പറഞ്ഞു. കോൺഗ്രസ് സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോൺഗ്രസിന്റെ അല്ലാതെ വേറെ ഏതെങ്കിലും പാർട്ടിയുടെ അല്ലല്ലോ. നിങ്ങൾക്ക് ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഭരണഘടനയെ പറ്റി ധാരണയില്ലാത്തതിന് ഞങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ ഞങ്ങൾ ഇരിക്കാറുണ്ട്, വർത്തമാനം പറയാറുണ്ട്. ഇത്രയും പരസ്യമായിട്ടാണോ പാർട്ടിയുടെ ഒരു കമ്മിറ്റി നടുറോടി വെച്ചിട്ടാണോ കൂടുന്നത്? നടക്കാത്ത യോഗത്തെ പറ്റിയിട്ട് എനിക്ക് മറുപടി പറയാൻ പറ്റുമോ? കണ്ണാടിയിൽ യോഗം ചേർന്നിട്ടില്ലെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ പറഞ്ഞു. രാഹുൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുന്ന കാര്യത്തിൽ KPCC മറുപടി പറയുമെന്നും A. തങ്കപ്പൻ പറഞ്ഞു. അവിടെ റോഡിൻ്റെ ഒരു കാര്യം അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് ചോദിക്കണം എന്നർത്ഥം കയറിപ്പോയി. അവിടെ ഉണ്ട് പറഞ്ഞിട്ട് അദ്ദേഹം തപ്പി നടന്നായിരുന്നു എന്താ ചെയ്യേണ്ടത്, അങ്ങനെ കയറിപ്പോയതാണ്. പഞ്ചായത്തിൻ്റെ വികസന കാര്യങ്ങളിൽ അവിടെ റോഡിൻ്റെ കാര്യത്തിൽ വേണ്ടി മാത്രം അന്വേഷിക്കാൻ പോയി എന്നാണ് അറിഞ്ഞത്. അല്ലാതെ അവിടെ ഔദ്യോഗിക മീറ്റിങ്ങോ അല്ല ഔദ്യോഗിക പരിപാടിയോ അവിടെ ഉണ്ടായിരുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ചോദിച്ചാൽ ഉണ്ടാവുകൊണ്ട് എനിക്കറിയില്ല. നമ്മളെ സംബന്ധിച്ച് അതെനിക്കറിയില്ല. ഒരു കാര്യം പറഞ്ഞു നോക്കൂ, ഇന്നത്തെ പരിപാടി പറയണത് ഔദ്യോഗിക മീറ്റിംഗ് അല്ല, ആരും വിളിച്ചിട്ട് പോയതുമല്ല. അതൊക്കെ പ്രതിപക്ഷ നേതാവും ഉന്നത നേതാക്കന്മാരെ തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് ഞാൻ തീരുമാനിക്കേണ്ട. ഗോകുൽ K. വേണുഗോപാൽ വിശദാംശങ്ങളുമായി. ഗോകുൽ, രാഹുൽ മാങ്കൂട്ടത്തിന് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല എന്ന തരത്തിലേക്കൊക്കെയാണ് നമ്മൾ പലപ്പോഴും മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങൾ കണ്ടിട്ടുള്ളത്. പക്ഷേ എല്ലാ പരിപാടികളിലും രാഹുൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ അദ്ദേഹം പറയുന്നത് തന്നെ പുറത്താക്കിയിട്ടില്ല, അതുവരെ താൻ ഈ പാർട്ടിയുടെ പരിപാടികളിൽ പങ്കെടുക്കുമെന്നാണ്. ഇന്ന് യോഗം ചേർന്നിട്ടില്ല എന്ന് DCC പ്രസിഡന്റ് പറയുന്നു. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അനുജ, 3 മണിയോടെയാണ് കണ്ണാടിയിലുള്ള കാഴ്ചപ്പറമ്പ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ക്ഷീരോത്പാദന സഹകരണ സംഘത്തിന്റെ 2ാം നിരയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ അവിടെയുള്ള കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികൾ യോഗം ചേരുന്നു എന്ന വിവരം നമുക്ക് ലഭിക്കുന്നത്. പിന്നീട് നമ്മൾ അവിടെ എത്തിയതിനു ശേഷം ഒരുപാട് സമയം കഴിഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങാൻ തയ്യാറായത്. കണ്ണാടി മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് കണ്ണാടി ഉൾപ്പെടെയുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടവുമായി യോഗത്തിൽ പങ്കെടുത്തു. നമ്മൾ താഴെ നിൽക്കുന്നതൊക്കെ അവർ ഓഫീസിനകത്ത് മുകളിൽ നിന്ന് നോക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. പിന്നീട് ഇറങ്ങിയ സമയത്താണ് ഇവിടെ നടന്നത് യോഗമല്ല എന്നൊരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. യോഗം നടന്നിട്ടില്ല, എന്നാൽ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. ഒരു പ്രദേശത്ത് കല്യാണമോ മരണാനന്തര ചടങ്ങോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അവിടെ പോകും, അവിടെയുള്ള കോൺഗ്രസ് നേതാക്കളും ഒക്കെ ആയിട്ട് സംസാരിക്കും. അതൊക്കെ തന്നെ പഴക്കമാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. എന്നാൽ അവിടെ നടന്നത് കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട ചർച്ച തന്നെയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഔദ്യോഗികമായി പല പരിപാടികളും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന നിലയിൽ പങ്കെടുക്കുമ്പോഴും കോൺഗ്രസിന്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല എന്നായിരുന്നു ഇത്രയും നാൾ കോൺഗ്രസിന്റെ നേതൃത്വം പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത കാഴ്ചയാണ് പുറത്തു വരുന്നത്. ആദ്യം ലൈംഗികാരോപണത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നു. പിന്നീട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ ഇടപെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. ഇത്തരത്തിലൊരു നടപടി ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് സ്വീകരിച്ചത് എന്നതൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി CPM-നെതിരെയൊക്കെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുത്ത വാർത്തകൾ പുറത്തു വരുന്നത്. കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് താൻ ആവശ്യമാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങും എന്ന കാര്യം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. തന്നെ പറഞ്ഞു വിടുന്നത്രയും കാലം കോൺഗ്രസിന്റെ ഓഫീസിനകത്ത് കയറും, കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഓഫീസിൽ താൻ കയറി ചെല്ലുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം DCC പ്രസിഡന്റിനോട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത് കോൺഗ്രസിന്റെ യോഗത്തിൽ അല്ല എന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ താൻ ഇനിയും കോൺഗ്രസിന്റെ പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കുമല്ലോ, അക്കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ച ചോദ്യത്തിന് DCC പ്രസിഡന്റിന്റെ മറുപടി, ഇക്കാര്യത്തിൽ താൻ മറുപടി പറയേണ്ടതില്ല, അതിന് KPCC നേതൃത്വം VD സതീശൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളാണ് മറുപടി പറയേണ്ടത് എന്ന ഒരു മറുപടിയായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ഈ പാർട്ടിക്കകത്ത് സജീവമാകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്. അത് കോൺഗ്രസിന്റെ യോഗം തന്നെയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ അങ്ങനെ ഒരു യോഗമേ നടന്നിട്ടില്ല എന്നുള്ളതാണ് DCC പ്രസിഡന്റ് വ്യക്തമാക്കിയത്. കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടത് മറ്റ് നേതാക്കളാണ്, പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനുമൊക്കെയാണ് എന്നുകൂടി ശ്രീ തങ്കപ്പൻ പറഞ്ഞു വെക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.